ഹലോ ഫ്ലൈവിലേഴ്സ്, ഇതാണ് ഏത്തറിൻ്റെ ലേറ്റസ്റ്റ് റിസ്റ്റ. ഇതാണ് ഏത്തർ എന്ന കമ്പനിയുടെ ലേറ്റസ്റ്റ് ഫാമിലി സ്കൂട്ടർ. ഈ വാഹനത്തിന് കൂടുതൽ വിശേഷങ്ങൾ കിടക്കാം. വെൽക്കം ടു ഫ്ലൈവിൽ. ഏത്തർ എന്ന ബ്രാൻഡ് നെയിമിനെ ആർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് അവർ 340 എന്നൊരു സ്കൂട്ടർ ഇറങ്ങിയപ്പോൾ തന്നെ ഹിറ്റായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബൈക്കും എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഏത്തർ എന്ന ബ്രാൻഡിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മെയിൻ ആകർഷണം ഉണ്ടായിരുന്നത് അതിൻ്റെ ഡിസൈൻ തന്നെയായിരുന്നു. ഒരു സ്പോർട്ടിക് ആയിട്ടുള്ളൊരു സ്കൂട്ടറായിരുന്നു ഏത്തറിൻ്റെ ഫസ്റ്റ് ബൈക്ക്. അതൊരു പെർഫോമൻസ് കാറ്റഗറിയിലൊരു സ്കൂട്ടറുമായിരുന്നു. അതിനുശേഷം 450 വന്നു, 450X വന്നു, ഏപ്പെക്സ് വന്നു, എസ് വന്നിട്ടുണ്ട്. എല്ലാം തന്നെ ഒരേ ഡിസൈൻ കാറ്റഗറി ആയിരുന്നു. അതിലാകപ്പാടെ ഒരു വ്യത്യാസം പറയുന്നത് ഏപ്പെക്സിലായിരുന്നു. ഏപ്പെക്സിൻ്റെ കളർ തീമിലും ആ ബാക്കിൽ കൊടുത്തേക്കുന്ന ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഡിസൈനിലായിരുന്നു ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ ആകെ മൊത്തമുള്ള ഷേപ്പ് ഒന്നായിരുന്നു. ആ ഷേപ്പിലൊരു മാറ്റം വരുത്തിയിട്ട് ആദ്യമായിട്ടൊരു ബൈക്കാണ് റിസ്റ്റ എന്ന് പറയുന്നത്. അതിന് സ്പെസിഫിക് ആയിട്ടൊരു കാരണമുണ്ട്. ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കൂട്ടറല്ല, ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറാണ്. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഉണ്ട്, അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിലിംഗും ആണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈനിൽ തന്നെ ആദ്യം തുടങ്ങാം. ഇതൊരു വലിയ സ്കൂട്ടറാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. അതിന് വീതിയും കാരണമാണ്, നീളവും കാരണമാണ്. നമുക്കപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ലീക്കായിട്ടുള്ള ഹെഡ്ലൈറ്റ് കാണാൻ പറ്റും. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ലീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് സ്ക്വയറി ഷേപ്പാണ്. ആ സ്ക്വയറിങ്ങിൽ തന്നെ കുറച്ചൊരു കേർവും എന്നാൽ അതൊരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഏത്തർ ഡീറ്റെയിലിംഗ് നമുക്ക് അവിടെ ഇവിടെയും കാണാൻ പറ്റും. ഇറ്റ് ലുക്സ് വെരി ഗുഡ്. നേരിട്ട് കാണുമ്പോൾ ഇറ്റ് ലുക്സ് വെരി ഗുഡ്. ഫോട്ടോയിൽ കാണാത്ര ജസ്റ്റിസ് ചെയ്യുന്നില്ല. ഏത്തർ നമ്മൾ ബ്രാൻഡ് കാണാം. ഞാൻ ഹെഡ്ലൈറ്റ് വന്നേക്കുന്നത് LED ഹെഡ്ലൈറ്റ്സ് ആണ്. രണ്ട് സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. മേളിലായിട്ട് അവർ നമ്പർ പ്ലേറ്റ് പിടിപ്പിച്ചേക്കുന്നു. അതിൻ്റെ മേളിലേക്ക് വന്നാൽ ചെറിയൊരു ഡീറ്റെയിലിംഗ് കൂടെ കാണാൻ പറ്റും. ഇറ്റ്സ് ഓൾ ആഡിങ് ടു ദ വൗ ഫാക്ടർ ഓഫ് ഇറ്റ്. അതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു LCD പാനലാണ്. ഇതൊരു ടച്ച് പാനലല്ല. ടച്ച് പാനൽ അവർ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടച്ച് പാനൽ കൊടുക്കാത്തത്. അതിന് പകരം എല്ലാ കൺട്രോൾസും ഇവിടെ ഈ ഒരു ജോയ്സ്റ്റിക്കിലാണുള്ളത്. നമുക്കെല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ റിവേഴ്സിങ്ങിനുള്ള ബട്ടണാണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് സ്ക്രീനിൽ റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മോഡ്സ് മാറ്റാനുള്ള 2 മോഡാണ് വരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. മിറേഴ്സ് സെയിം 450-ക്കകത്തുള്ള മിറേഴ്സ് തന്നെയാണ്. പക്ഷേ ഈ വാഹനത്തിനകത്ത് കുറച്ചും കൂടെ ഇപ്പുറത്തേക്ക് പ്ലേസ് ചെയ്യണമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 30% ഈ വാഹനത്തിൻ്റെ കട്ട് ഓഫ് ആയി പോകുന്നുണ്ട്. സോ അത് കുറച്ചും കൂടെ ഇപ്പുറത്തേക്കാണെങ്കിൽ ഇവിടെ ഒരു ബോൾട്ട് കാണുന്നുണ്ട്. മേ ബി നെക്സ്റ്റ് അവർ ഇതിങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. പിന്നെ വന്നിരിക്കുന്നത് ഗ്രിപ്സാണ്. ഗ്രിപ്സ് വളരെ നന്നായിട്ടുണ്ട്. ടച്ച് ആൻഡ് ഫീൽ വെരി ഗുഡ്. ഒരു സോഫ്റ്റാണ് ആൻഡ് അത്യാവശ്യം ഒരു ബീഫി ആയിട്ടുള്ളൊരു ഗ്രിപ്സുമാണ്. നമുക്ക് ഗ്രിപ്പും കട്ടാവൊന്നുമില്ല. അതിൽ ചെറിയൊരു ഏത്തർ എന്നുള്ളൊരു ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നു. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. അതൊക്കെ ഞാൻ റൈഡിൻ്റെ ഭാഗത്ത് നമുക്ക് പറഞ്ഞുതരാം. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹുക്ക് ഇവിടെ കാണാം. സാധാരണ ഏത്തറിനുള്ള പോലെ തന്നെ ഹുക്കാണ്. പിന്നെ ചാർജിങ് പോർട്ട് ഇവിടെയാണുള്ളത്. ചാർജിങ് പോർട്ടിൻ്റെ അടപ്പ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഈ വാഹനത്തിൻ്റെ മാച്ചിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഇഗ്നിഷൻ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെയും ഒരു ഹുക്ക് നമുക്ക് കാണാം, ചെറുതൊരെണ്ണം. പിന്നെ തന്നെ സീറ്റാണ്. വലിയ സീറ്റാണ്, വീതി കൂടിയ സീറ്റാണ്. അത് ഏത്തറിൻ്റെ നിങ്ങൾ ആഡുകളൊക്കെ കണ്ടപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരാൾ മാത്രം, 2 ആൾ മാത്രമല്ല, നടുക്ക് ലഗേജോ വേറൊരാൾക്കോ എന്തുവാണെങ്കിലും ഇരിക്കാൻ പറ്റും. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകമാണ്. ഇവിടെ ഒരു ചെറിയ ബാഗ് കാണാം. ആ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ട് ഈ ബാഗിനകത്തിട്ട് വീട്ടിൽ കൊണ്ടുവെക്കുന്നു, തിരിച്ചു കൊണ്ടുവെക്കുന്നു. സോ ഉള്ളൊരു യൂട്ടിലിറ്റി. ഇതൊരു ഫാമിലി സ്കൂട്ടറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിലിങ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് 2 ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് കയറും. പിന്നെ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റും നമുക്ക് വെക്കാൻ പറ്റും, അടയും. ഇവർ പറയുന്നു അരായുടെ ഹെൽമെറ്റ് കയറുന്നു. ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടില്ല. എൻ്റെ ഷോയുടെ എന്തെങ്കിലും കയറി. പിന്നെ നമുക്ക് ബാക്കി സാധനങ്ങളും വെക്കാൻ പറ്റും. അതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എടുത്തപ്പോൾ വീണു പോയതാ. അതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അടപ്പ് കാണാം. ഇതൊരു പവർ ഔട്ട്ലെറ്റ് ആണ്. ഇതിങ്ങനെ അടഞ്ഞിരിക്കുന്ന ഈ പവർ ഔട്ട്ലെറ്റിന് നമുക്കൊരു എക്സ്ട്രാ കണക്ഷൻ വെച്ചിട്ടാണ് USB കിട്ടുന്നത്. അത് ടൈപ്പ് C ഉണ്ട്. ടൈപ്പ് ചെയ്യാൻ നമുക്ക് ഏത് വേണ്ട വെച്ചാൽ ഇതിപ്പോൾ ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. ആൻഡ് ഇത് തുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടിലൊരു ചെറിയ സ്ഥലം നമുക്ക് കാണാൻ പറ്റും. ഒരു സ്റ്റോറേജ് പോലെ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും മറ്റേ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. സോ ദാറ്റ് ഇവിടെ എല്ലാം കൂടെ കിടന്ന് ഓടി കളിക്കില്ല. അപ്പോൾ കുറച്ച് സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും വെക്കാം. ആകെ മൊത്തം 56 ലിറ്റേഴ്സാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്, ബൂട്ട് സ്പേസ് വരുന്നത്. പിന്നെ നമുക്ക് ബാക്കിലേക്ക് നമുക്ക് ഈ വാഹനത്തിൽ നോക്കാം. ബാക്കിലേക്ക് വരുമ്പോൾ വീണ്ടും ഫ്രണ്ടിലെ മാച്ച് ആവുന്ന പോലെ തന്നെ നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ കാണാൻ പറ്റും. ഇറ്റ് ലുക്സ് വെരി ഗുഡ്. ഇവിടെയും ഏത്തറിൻ്റെ ചെറിയ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നു. ഇവിടെയും ഏത്തറുണ്ട്, ഇവിടെയും ഏത്തറുണ്ട്.
ഇവിടെയും ഏത്തറുണ്ട്. പിന്നെ ഈ ബാക്ക് റെസ്റ്റ് ഇതൊരു ഓപ്ഷണൽ ബാക്ക് റെസ്റ്റ് ആണ്. നമുക്ക് ഈ വാഹനത്തിനായിട്ട് സെറ്റിനകത്ത് വരുന്നില്ല, അതൊരു കാറ്റഗറി നമുക്ക് ആഡ് ചെയ്യുന്നതാണ്. നമുക്കിവിടെ ഗ്രാബ് ഹാൻഡിൽസും കാണാം. ഡിസൈനിൽ ഇവിടെ സൈഡിലൊരു റിസ്റ്റാന്നുള്ള ഏത്ത് കാണാം. സെഡ് ആണ് ഈ മോഡലിനെയും. ഒരു ചെറിയ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നു. ഏത്തറിൻ്റെ സ്കൂട്ടേഴ്സിൻ്റെ എല്ലാത്തിനും ഉണ്ട് അവിടെ ഒരു ചെറിയ മാർക്ക്. പിന്നെ ഇതാണ് സൈഡിലിരിക്കാനുള്ള ഇത് കാണാൻ പറ്റും. താഴെ വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും സ്വിംഗ് ആംസ്, മോട്ടർ ഹബ്ബും ഹഡ് മോട്ടർ തന്നെയാണ്. ബോഡിക്ക് താഴെയാണ് ബാറ്ററി ഉള്ളത്. ബാറ്ററി നമുക്ക് സ്റ്റാൻഡ് താഴ്ത്തുമ്പോൾ ബാറ്ററിയുടെ സൈഡ് നമുക്ക് കാണാൻ പറ്റും. അതും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്താന്ന് തോന്നുന്നു, കാരണം അവിടെ ഒരു അടപ്പ് അവർ കൊടുത്തിട്ടില്ല. ഡിസൈൻ വൈസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റിലുള്ള വേറൊരു വാഹനമായിട്ടുള്ള സാദൃശ്യം അതും ഉണ്ട്. ബട്ട് ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. ഏത്തറിൻ്റെതായിട്ടുള്ളൊരു ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈൻ ഫീച്ചേഴ്സ് അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. ദാറ്റ് മേക്സ് ഇറ്റ് ബെറ്റർ. ഈ ഡിസൈനിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറയണം. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. ആൻഡ് വാട്ട് യു ഫീൽ അബൌട്ട് ദിസ് ഓവറോൾ ഡിസൈൻ എന്നുള്ളതും നിങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഇത് നമുക്ക് ഈ വാഹനത്തിൻ്റെ റൈഡിലേക്ക് കിടക്കാം. ഏത്തറിൻ്റെ എല്ലാ വെഹിക്കിൾസിൻ്റെയും സ്പെഷ്യാലിറ്റിയാണ് അവരുടെ യൂസർ ഇൻ്റർഫേസ്. അത് ഏത്തറിൻ്റെ 450-ലാണെങ്കിലും ആ കണക്ടിവിറ്റിയും ആ ഒരു കംപ്ലീറ്റ് ആ ഒരു എക്സ്പീരിയൻസ് അത് അടിപൊളി തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, എനിക്കറിയാൻ പറ്റും. വെരി നൈസ്. ആ സെയിം എക്സ്പീരിയൻസ് ആണ് ഈ വാഹനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, പക്ഷേ ഇതിനെ ടോൺ ഡൗൺ വേ. മെയിൻ സംഭവം ഇത് 450S പോലെ തന്നെ ഇത് ടച്ച് സ്ക്രീൻ അല്ല, പക്ഷേ LCD പാനലാണ്. കളർഫുള്ളാണ്, പക്ഷേ ഓവർ കളർഫുൾ അല്ല. കുറച്ചും കൂടെ ഒരു കാമായിട്ടുള്ളൊരു കളർ തീമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു വെഹിക്കിളിൻ്റെ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ളൊരു കസ്റ്റമർ ഒരു പ്രായമുള്ള ഒരു ഫാമിലി മാനാണ്. അപ്പോൾ കുറച്ചും കൂടെ സട്ടിലായിട്ടുള്ള കുറച്ചും കൂടെ കാമിങ് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസും കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മെയിനായിട്ട് ഫുൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക ഈ ഒരൊറ്റ ജോയ്സ്റ്റിക്കിലാണ്. ജോയ്സ്റ്റിക്ക് താഴേക്കാക്കുന്നു. ഫസ്റ്റ് തന്നെ കണക്റ്റിംഗ് ബ്ലൂടൂത്ത് കണക്ഷനാണ്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണായിട്ടുള്ള കണക്ഷനാണ് ആദ്യം ആക്ടിവേറ്റ് ആവുന്നത്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 ഐക്കോൺസ് ഉണ്ട്. ഒന്ന് നാവിഗേഷൻ്റെ, രണ്ടാമത്തെ ഫോണിൻ്റെ, മൂന്നാമത്തെ വെഹിക്കിളിൻ്റെ, നാലാമത്തെ സെറ്റിങ്സ് ഉണ്ട്. ആദ്യം തന്നെ നാവിഗേഷനാണ്. നാവിഗേഷനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് നാവിഗേഷൻ ഒന്നില്ലെങ്കിൽ നമുക്ക് പ്രീസെറ്റായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഏറ്റവും മുകളിൽ വരും. പിന്നെ അത് കൂടാണ്ട് അതിൻ്റെ താഴെ നമ്മൾ ഫോണിൽ നിന്ന് അയച്ചിട്ടുള്ള ലൊക്കേഷൻസ് അതിൻ്റെ താഴെ ലിസ്റ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ താഴെ നിയർ ബൈ ആയിട്ടുള്ള ചാർജേഴ്സ് ലിസ്റ്റ് ചെയ്യും. ഇതൊരു ടച്ച് ഇൻ്റർഫേസ് അല്ലാത്തതുകൊണ്ട് തന്നെ സെർച്ച് ഫംഗ്ഷനാലിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ഫേവറേറ്റ്സിന് ഏറ്റവും ടോപ്പിൽ വരിക. അത് നമ്മുടെ ഹോമും വർക്കും ഏറ്റവും ഫസ്റ്റിലുണ്ടാവും. പിന്നെ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോകുന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഇറ്റ്സ് എ വെരി നൈസ് വേ ടു സിംപ്ലിഫൈഡ്. അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോണിൻ്റെ ആണ്. നമ്മളിപ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ള ഫോൺ ഇവിടെ കാണിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തേക്കായിട്ട് നമ്മുടെ വാട്സാപ്പ് കണക്ടിവിറ്റിയാണ്. അതായത് നമ്മൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കാണും, പക്ഷേ നമുക്ക് മെസ്സേജ് എന്താണെന്ന് കാണില്ല. വാഹനം നിർത്തിക്കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ 4 ആ ഐലൻഡ് ആക്ടിവേറ്റ് ആവുന്നത്. ആ ഐലൻഡ് ആക്ടിവേറ്റ് ആയതിനു ശേഷം നമ്മൾ ആ ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മെസ്സേജ് കാണാം. തുറന്ന് വായിക്കാൻ പറ്റത്തില്ല, ഇതൊരു ഫോണല്ല, അതുകൊണ്ട് നമുക്ക് തുറന്ന് വായിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണോ അല്ലയോ എന്നുള്ളൊരു ചെറിയ സംഭവത്തിൽ നമുക്കത് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് ഒരു വളരെ നീറ്റായിട്ടുള്ളൊരു നല്ലൊരു സാധനം. എന്നിട്ട് നമുക്ക് ഫോണിലെടുത്ത് ഉപയോഗിക്കാനും പറ്റും. അതിന് തിരിച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വെഹിക്കിളിൻ്റെയാണ്. വെഹിക്കിളിൻ്റെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും മറ്റേ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് ഡോക്യുമെൻറ്റ് സേവ് ചെയ്യുന്നതൊക്കെ. അതിന് താഴേക്ക് വയ്ക്കുന്ന സെറ്റിങ്സിലാണ് ബാക്കിയുള്ള ഈ വെഹിക്കിളിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ. അതിൽ നമുക്ക് പറയാനുള്ള സാധനങ്ങളാണ് ഇത്. അവിടെ പോയി ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്റ് ഇങ്ങനെ ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യാൻ ഇങ്ങനെ ചെയ്യുന്നു. ആ ഫംഗ്ഷനാലിറ്റി ഹാർഡ്വെയർ ഇതിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും. പിന്നെ കോസ്റ്റിംഗ് റീജിയൻ, അതായത് നമ്മൾ വെഹിക്കിൾ നില്ലിൽ വെച്ചിട്ട് ഇങ്ങനെ കോസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു റീജിയനിൽ ആ ഒരു വെലോസിറ്റി നമുക്ക് ഉണ്ടാക്കുന്നതിൽ ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഓണാക്കി വെക്കുക. ഓട്ടോ ഹോൾഡ് ഉണ്ട് പിന്നെ ഈ വണ്ടിക്ക്. ഓട്ടോ ഹോൾഡ് നമുക്ക് ഓൺ ആക്കാൻ ഓഫ് ആക്കാനും പറ്റും. പിന്നെ സ്കിഡ് കൺട്രോൾ എന്നുള്ള സംഭവമുണ്ട്. സ്കിഡ് കൺട്രോൾ എന്നുള്ള സംഭവം ആണ് എനിക്ക് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഒരു അടിപൊളി ഫീച്ചറായിട്ട് തോന്നിയിട്ടുള്ളത്. അതൊരു ട്രാക്ഷൻ കൺട്രോൾ പോലത്തെ ഒരു സംഭവമല്ല. അത് സംഭവം എന്താ വെച്ചാൽ നമ്മൾക്കിപ്പോൾ ഒരു റിയൽ വേൾഡ് സിനാരി പറഞ്ഞുതരാം. നമ്മൾ വീട്ടിൽ മഴ പെയ്തിട്ട് പോർച്ചിൻ്റെ ടൈൽ നനഞ്ഞെടുക്കുക. അപ്പോൾ സ്കൂട്ടർ ആകുമ്പോൾ മിക്കവാറും നമുക്ക് ഉണ്ടാകുന്ന ചെറിയൊരു മിസ്ഹാപ്പാണ് കൈ കൊടുത്തു കഴിയുമ്പോൾ അത് തെറ്റിയിട്ട് വഴുക്കി പോകുന്നത്. ആ ഒരു സംഭവം ഇല്ലാണ്ടാക്കാൻ ഇത് സഹായിക്കുന്നതാണ്. നമുക്കൊരു റിയൽ വേൾഡ് ടെസ്റ്റ് സിനാരിയോ ഇന്ന് കിട്ടിയില്ല, എന്തോ നിർഭാഗ്യം ഇന്നും മഴ പെയ്തില്ല. ഞാൻ ഇന്ന് മഴ പെയ്യുന്നവർ ഇത്ര നേരം കാത്തുനിന്നു, എവിടെയെങ്കിലും ഒരു മഴ കിട്ടും, ഈ ടൈലിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നു. പക്ഷേ ഇന്നും മഴ പെയ്തിട്ടേ ഇല്ല. ഗ്രാവലിലൊക്കെ ഉപയോഗിച്ച് നോക്കിയാൽ നമുക്ക് ഈ ഒരു റിയൽ വേൾഡ് സിനാരിയോ അല്ല. ഇങ്ങനത്തെ ഒരു വാഹനം ഒരിക്കലും അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കല്ല പോകാൻ പോകുന്നത്. ടൈലിൽ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ സംഭവമാണ് ഈ സ്കിഡ് കൺട്രോളിന് ആവശ്യമുള്ളത്. പിന്നെ ഓട്ടോ ഇൻഡിക്കേറ്റേഴ്സ് ഓഫും ഓണാക്കുക, അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്നത്. ഗൈഡ് മീ ലൈറ്റ്സ് ഉണ്ട്,
ചാർജിങ് ഓപ്റ്റിമൈസ് ചെയ്യാനുള്ളുണ്ട്. പിന്നെ ഫോൾ സേഫ് എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ 450X അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ഫീച്ചറായിരുന്നു. സംഭവം എന്താ വെച്ചാൽ വണ്ടി വീണ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും ഫസ്റ്റ് പോവുക ഹാൻഡിൽ ബാർ പിടിച്ച് പൊക്കലാണ്. ആക്സിലേറ്റർ ഭാഗത്ത് പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, വണ്ടി തെന്നിപ്പോയി ഇടിച്ച് പറഞ്ഞു വീഴുക. ആ സംഭവം ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോൾ സേഫ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ. ഇങ്ങനെ കുറച്ച് നീറ്റായിട്ടുള്ള ഫീച്ചേഴ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ യൂസർ ഇൻ്റർഫേസിലാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാം ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വളരെ ഇൻറ്റ്യൂട്ടീവായിട്ട് രീതിയിൽ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിലൂടെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആപ്പിൻ്റെ ഇൻ്റർഫേസ് തന്നെ മാറി. നമ്മുടെ വണ്ടിയുടെ കളറിനനുസരിച്ചാണ് ആപ്പിൻ്റെ തീം ഉണ്ടാവുക. അത് റിസ്റ്റയ്ക്ക് മാത്രമല്ല അവരുടെ എല്ലാ വാഹനങ്ങൾക്കും ഇപ്പോൾ ആ ഫീച്ചർ അവൈലബിൾ ആണ്. ആ പുതിയ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൻ്റെ അകത്ത് ആ സാധനം വരിക. പിന്നെ അത് കൂടാണ്ട് ആപ്പിലൂടെ നമുക്ക് കുറച്ചും കൂടെ ടൈൽ സെൻട്രിക് ആയിട്ടുണ്ട് ഇപ്പോൾ ആപ്പിൻ്റെ ഒരു ലേ ഔട്ട് തന്നെ. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് വെരി നൈസ്. അതിൽ തന്നെ നമുക്ക് ഹോമിൽ പോയി കഴിഞ്ഞാൽ ആ സമയത്തുള്ള നാവിഗേഷൻ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നത് അവിടെ എടുത്തിട്ട് നമ്മൾ നാവിഗേഷനിൽ സ്ഥലം സെലക്ട് ചെയ്ത് പിന്നെ നമ്മൾ സെൻഡ് ടു സ്കൂട്ടറാണ് ചെയ്യുന്നത്. സ്കൂട്ടറിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പിന്നെ സ്റ്റാർട്ട് നാവിഗേഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി അത് ഓണായി. ഓൾ വെരി വെരി നൈസ് തിങ്സ്. അതുപോലെ തന്നെ നമ്മൾ കോൾ വന്നു കഴിഞ്ഞാൽ ആ കോൾ ഫോൺ ഇതും കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് കോൾ ഇതിൽ നമുക്ക് ആൻസർ ചെയ്യാം. പിന്നെ നമ്മുടെ ഹെഡ്ഫോൺസ് കണക്റ്റഡ് ആണെങ്കിൽ ഹെഡ്ഫോൺസിലേക്ക് വരും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫോണിലേക്ക് വരാം. അതല്ല നമ്മുടെ ഈ ഏത്തറിൻ്റെ തന്നെ അവരുടെ കണക്റ്റഡ് ഹെൽമെറ്റ് ആണെങ്കിൽ അതിലേക്കാണ് കണക്ട് വരുന്നത്. ഇറ്റ്സ് ഓൾ ആ ഇൻ്റർഫേസിൻ്റെ അകത്ത് ആ ഒരു ആപ്പിൻ്റെ അകത്ത് ഇതൊക്കെ നീറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് യൂസർ ഫ്രണ്ട്ലിനെസ്സിന് വളരെയധികം സഹായിക്കുന്നു. ഒരുപാട് നീറ്റ് ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്. പിന്നെ ഈ വാഹനത്തിനകത്തും ഇത് നേരത്തെ 450X ഉണ്ടായിരുന്ന പോലെ തന്നെ ഫ്രങ്ക് വന്നിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് എ പ്രോപ്പർ ഫ്രങ്ക്. ഒരു ഹ്യൂജ് സ്പേസാണ്. ഇത്രയധികം സ്ഥലമുണ്ട്. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ ഇതിനകത്ത് കറക്കാൻ പറ്റും. നമ്മുടെ പർച്ചേസിങ് നമ്മുടെ ഗ്രോസറി സ്റ്റോറിൽ പോയിട്ടുള്ള എല്ലാ സാധനവും ഇതിനകത്ത് കൊള്ളിക്കാം. ഒരു ലാപ്ടോപ്പ് വരെ ഇവിടെ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതുവരെ കയറും. ഇവിടെ നമുക്ക് ഫോൺ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഹ്യൂജ്. അതുപോലെ തന്നെ അത് അഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ബാഗ് പോലെയാണ്. ഇത് ബാഗ് പോലെ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റും. ഇറ്റ്സ് എ വെരി വെരി ഹ്യൂജ് പ്ലേസ്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് സ്പേസ് ഉണ്ട്. ആകെ മൊത്തം ഒരുപാട് സ്പേസാണ് ഇതിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരണം ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് സ്പൈക്കാണ്. സോ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ ഫുൾ ഡിസൈൻ, ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ മെയിൻ കാര്യം ഈ റൈഡ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളതല്ലേ. റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റ്സാണെന്ന് തന്നെ പറയണം. ഇറ്റ്സ് വെരി വെരി കംഫർട്ടബിൾ. കയറി ഇരുന്ന് കഴിഞ്ഞാൽ സീറ്റ്സ് നല്ല കംഫർട്ടബിളാണ്, കുഷ്യനിയാണ്, വലുതാണ്, വൈഡാണ്, ലോങ് ആണ്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് 2 പേർക്ക് ഇരിക്കാൻ പറ്റും. 2 പേരും കൂടെ നടുക്കൊരു ബാഗോ ചിലപ്പോൾ കൂടെ നടുക്കൊരു കുട്ടിയോ എന്ത് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ആവശ്യത്തിൽ കൂടുതൽ സ്പേസ് ഉണ്ട്. സസ്പെൻഷൻ അത്യാവശ്യം സ്പോഞ്ചിയാണ്. ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്കൂട്ടർ അല്ല. അതുകൊണ്ട് തന്നെ സ്പോഞ്ചി ആവുന്നതാണ് നല്ലത് നമ്മുടെ നാട്ടിലെ കണ്ടീഷൻസിന് വേണ്ടിയിട്ടൊക്കെ. സ്പോഞ്ചിയാണ്. ബാക്കിൽ സസ്പെൻഷൻ സ്പോഞ്ചിയാണ്. ഇറ്റ് ഫീൽസ് ഗുഡ്. ഇന്ന് നമ്മൾ റൈഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇറ്റ് വാസ് വെരി കംഫർട്ടബിൾ. കുറച്ച് ദൂരം ഓടിച്ചുള്ളൂ, പക്ഷേ ഓടിച്ച ഡിസ്റ്റൻസ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഈ ഗ്രിപ്സ് അത്യാവശ്യം നല്ല ഫീൽ തരുന്നുണ്ട്. ഞാൻ നേരത്തെ ഗ്ലൗസ് ഇട്ടിട്ട് ഓടിച്ച് നോക്കിയത്, പക്ഷേ അത് അഴിച്ചിപ്പോൾ ഉപയോഗിച്ച് നോക്കുമ്പോഴും നല്ല ഒരു ഫീൽ കിട്ടുന്നുണ്ട്. സ്വിച്ച് കൺട്രോൾസൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. വെരി ഹൈ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ പ്രൈസിങ് അത്രേ ഉള്ളൂ. പിന്നെ ബ്രേക്ക് ലീവേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. ഈ ഫ്രണ്ട് സ്പേസ് വന്നേക്കുന്നു. ആകെ മൊത്തമുള്ള ബിൽ ക്വാളിറ്റി ചെറിയ പാനൽ ഗ്യാസ് അവിടെയും കാണാൻ പറ്റും. പക്ഷേ ഇതൊരു പ്രീ പ്രൊഡക്ഷൻ വെഹിക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ അവർ നീറ്റായി ക്ലിയർ ചെയ്തിട്ടില്ല. പക്ഷേ ഇറ്റ്സ് വെരി നൈസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് താഴെയുള്ള ആ ഒരു ഓപ്പണിങ്ങിനെ കുറിച്ച്. അതും ഒരു പ്രശ്നമാണ്. പിന്നെ സെൻറ്റർ സ്റ്റാൻഡ് കൊടുക്കാത്തതും ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ഇവർ എങ്ങനെയെങ്കിലുമൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് സോ അടുത്തെങ്ങും ഉണ്ടാവും എന്നുള്ളത്. റൈഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു പവർഫുൾ ആയിട്ടൊരു ഫീലല്ല. 2 മോഡേ ഉള്ളൂ, സ്മാർട്ട് ഈക്കോയും സിപ്പ് എന്ന് പറഞ്ഞിട്ടും. സിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു പവർ, സ്മാർട്ട് ഈക്കോ ഇട്ട് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് 100 കിലോമീറ്റേഴ്സ് റേഞ്ച് കിട്ടാനുള്ള ആൽഗോരിതമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ആ റൈഡിങ് കണ്ടീഷൻസിനനുസരിച്ച് പവർ കുറയും കൂടും. അതാണ് സ്മാർട്ട് ഈക്കോ എന്ന് പറയുന്നത്. ഗ്യാരണ്ടി ആയിട്ട് 100 കിലോമീറ്റേഴ്സ് കിട്ടാനുള്ള സംഭവം. അതാണെങ്കിലും ഇറ്റ്സ് വെരി നൈസ്. പിന്നെ ഇവരുടെ ബാക്കിൽ ട്വിസ്റ്റ് ഫീച്ചർ വന്നിരിക്കുന്നത് അതും ഏത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടൊരു ഫീച്ചറാണ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് നമ്മൾ കൈ കൊടുക്കുന്നു. ഇതൊരു സ്ലോ ആയിട്ട് പോകാൻ പോകുന്ന വണ്ടിയാണ്. 40-50 മാക്സിമം 40 കിലോമീറ്റർ പോകുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്ലോ ആവുന്നു. കൈ കൊടുക്കുന്നു, സ്ലോ. ഒരു യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി നൈസ് ഫീച്ചർ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. റൈഡ് ക്വാളിറ്റി അതൊക്കെയാണ്. പിന്നെ കാല് വെക്കാനുള്ള സ്ഥലം, മുട്ടിനുള്ള സ്ഥലം വെരി നൈസ്. ഇൻ്റർഫേസ് റീഡബിലിറ്റി അതും അടിപൊളി. നമുക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം വൃത്തിക്ക് എല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ അതായിരുന്നു ആകെ മൊത്തം ഈ വാഹനത്തിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. 3 വേരിയൻസിലാണ് ഈ വാഹനം വരുന്നത്. റിസ്റ്റ എസും റിസ്റ്റ സെഡും. സെഡിൽ തന്നെ 2 കാറ്റഗറി.
റിസ്റ്റ എസ് വരുന്നതും റിസ്റ്റ സെഡ് ബേസ് വരുന്നതും 2.9 kWh ബാറ്ററിയാണ് വരിക. ഇത് രണ്ടിനും പവർ ജനറേഷൻ ഒന്നാണ് 4.3 kW പവർ, 22 Nm ടോർക്ക്, റേഞ്ച് 123 കിലോമീറ്റേഴ്സ്. ഈ റിസ്റ്റ സെഡിൻ്റെ തന്നെ 3.7 kWh ബാറ്ററി ആയിട്ട് ഒരു ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. അതിലും പവർ ഫിഗേഴ്സ് സെയിം ആണ്, ആക്സലറേഷനും പവർ ഫിഗേഴ്സും ഒക്കെ സെയിം തന്നെ. പക്ഷേ വ്യത്യാസം വരുന്നത് റേഞ്ചിലാണ്. റേഞ്ച് അതിന് അവർ ക്ലെയിം ചെയ്യുന്ന 159 കിലോമീറ്റേഴ്സ് റേഞ്ചാണ്. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഈ 2.9 kWh ബാറ്ററിക്ക് 350 വാട്ടിൻ്റെ ചാർജറാണ്. മറ്റേൻ്റെ അകത്ത് പക്ഷേ ആ 700 വാട്ടിൻ്റെ ചാർജർ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ചാർജിങ് ടൈം കുറയും. ഇതിന് 5.25 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ അതിന് 3.5 മണിക്കൂർ എടുക്കുള്ളൂ ഫുൾ ചാർജ് ആവാൻ കേട്ടോ. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഈ എസും സെഡും തമ്മിലാണ്. എസിൻ്റെ ഇൻ്റർഫേസ് വരുന്നത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടാണ്. അത് കുറച്ചും കൂടെ ബേസിക് ആയിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ഇത്രയും ഇൻറ്റ്യൂറ്റീവ്, ഇത്രയും എളുപ്പമായിരിക്കില്ല. ഇതിന് വരുന്നത് ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. പിന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റ് ആയിട്ട് അതുകൊണ്ട് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കും. പക്ഷേ എസിന് ആ ഒരു ഫീച്ചർ നമുക്ക് കുറയും. പിന്നെ ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ കളേഴ്സിലാണ്. എസ് മോഡലിന് 3 കളേഴ്സേ ഉള്ളൂ. എല്ലാം മോണോ കളേഴ്സാണ്. ഒന്ന് വൈറ്റ്, ഒന്ന് ഗ്രേ, ഒന്ന് ബ്ലൂ. അതിൻ്റെ കളറും പേര് വരുന്നത് സിയാച്ചിൻ വൈറ്റ്, ഡെക്കാൻ ഗ്രേ, പാങ്കോങ് ബ്ലൂ എന്നൊക്കെയാണ്. ബട്ട് ഇത് മോണോ കളേഴ്സ് ആയിരിക്കും. ഈ സെയിം മോണോ കളേഴ്സും സെഡിനും അവൈലബിൾ ആണ്. പക്ഷേ അതിനൊരു സ്പെഷ്യലായിട്ട് ഡുവൽ ടോൺ കളേഴ്സ് അവൈലബിൾ ആണ്. ഈ ബ്ലൂവും ഗ്രേയും ഡുവൽ ടോൺ ആയിട്ട് വരും. അത് കൂടാണ്ട് 2 സ്പെഷ്യൽ കളേഴ്സും ഉണ്ട്, അൽഫോൺസോ യെല്ലോയും കാർഡമം ഗ്രീനും. അതായത് ഗ്രീനും യെല്ലോയും കളേഴ്സ്. ദാറ്റ് ഈസ് ദ ഹൈലൈറ്റ് കളേഴ്സ് ഇവിടെ. അതൊരു വെറൈറ്റി കളേഴ്സ് ആയിട്ടുണ്ട്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് ഗ്രീൻ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇഷ്ടപ്പെട്ട കളർ എനിക്ക് ബ്ലൂ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ബ്ലൂവിൻ്റെ തന്നെ മോണോ ആയിരിക്കും കുറച്ചും കൂടെ രസം. പക്ഷേ അത് എവിടേക്കോ നമുക്ക് വേറൊരു വാഹനത്തിൻ്റെ സാദൃശ്യത നമുക്ക് ഫീൽ ചെയ്യും. ഈ ഡുവൽ ടോൺ ആകുമ്പോൾ മാത്രമേ അത് റിസ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ ഒരു രസകരമായ വേറൊരു സംഭവമാണ് ഇതിൻ്റെ റിസ്റ്റ എന്നുള്ളൊരു പേര്. ഇതിൻ്റെ അർത്ഥം ഞാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ വളരെ കോമഡി ആയിട്ടുള്ള സാധനം. അതായത് നോർത്ത് ഇന്ത്യൻസിന് റിസ്റ്റ എന്നൊരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു കണക്ട് ഇട്ടായിട്ടാണ്. പിന്നെ ഓൺലൈൻ വേറെ കണ്ടു, R for റിലയബിലിറ്റി, I for ഇൻറ്റ്യൂറ്റീവ്. സോ റിസ്റ്റ എന്നൊരു പേരിനുള്ള അർത്ഥമൊന്നുമില്ല. ബേസിക്കലി ഇറ്റ്സ് ജസ്റ്റ് എ നെയിം, ഇറ്റ്സ് എ നൈസ് നെയിം. ഇനി ഇന്ന് പ്രൈസിംഗ് ആണ്. പ്രൈസിംഗ് വരുന്നത് റിസ്റ്റ എസ് എന്ന് പറഞ്ഞതിൻ്റെ ബേസ് മോഡലിന് സ്റ്റാർട്ടിങ് അറ്റ് 109,999. ഇതാണ് ഒരു ബേസ് എക്സ് ഷോറൂം പ്രൈസ്. ഇപ്പോൾ എനിക്ക് ഓപ്ഷണൽ ആഡ് ഓൺ ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ 13,000 റുപ്പീസാണ് വരിക. അതിന് നെക്സ്റ്റ് മോഡൽ റിസ്റ്റ സെഡ് ആണ് വിത്ത് 2.9 kWh ബാറ്ററി. അതിന് 124,999, അതായത് 124,999. അതിൻ്റെ ഇത് എക്സ് ഷോറൂം പ്രൈസാണ്. അതിൻ്റെ മേളിലേക്ക് കുറച്ചുകൂടി വരും. അതിന് ഓപ്ഷണൽ ആഡ് ഓൺസ് ആയിട്ട് ചെയ്യാനായിട്ട് 15,000 ആണ്. അതുകൂടാണ്ട് അവരുടെ ഏറ്റവും ടോപ്പിനായിട്ടുള്ള 3.7 kWh ബാറ്ററി അതിന് വരുന്നത് 144,999 ആണ് ഒരു പ്രൈസ് വരുന്നത്. അതിൻ്റെ ഓപ്ഷണൽ ആഡ് ഓൺസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 20,000 റുപ്പീസാണ് വരിക. അതുകൂടാണ്ട് ബാക്ക് റെസ്റ്റിനും ഈ ഫ്രങ്കിനൊക്കെ വേറെ കോസ്റ്റ് ഉണ്ട്. പക്ഷേ എഫക്റ്റീവ്ലി ഇതാണ് ഇപ്പോഴത്തെ ഈ ഒരു ബൈക്കിൻ്റെ ടോപ്പ് എൻഡ് വെഹിക്കിളിന് വാങ്ങിക്കാനുള്ള പ്രൈസ്. സോ ഇനി യു ടെൽ മീ, ഈസ് ദിസ് വെഹിക്കിൾ വർത്ത് ദ പ്രൈസ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത് ഞാനും ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നതായിരിക്കും. ഈ വാഹനത്തിൻ്റെ ആകെ മൊത്തം ലുക്സും കാര്യങ്ങളും എന്നെക്കുറിച്ച് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ചോദിച്ച പോലെ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അത് സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള ചെറിയൊരു ഡിസൈൻ അപ്ഗ്രേഡ് എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്കും ഇത് അറിയാൻ താല്പര്യമുണ്ട്, എനിക്ക് മാത്രം തോന്നിയാണെന്നുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലൈൽ മലയാളം. ഞാൻ നന്ദു. ഇനി മറ്റൊരു വാഹനമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.